നമ്മുടെ വീട്ടിലെ പച്ചമുളക് ചെടി നന്നായിട്ട് തഴച്ച് വളരാനും ഒത്തിരി പൂക്കളും കായ്കളും ഉണ്ടാകാനും കടയിൽ നിന്ന് കാശ് കൊടുത്ത് വളം വാങ്ങേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ അടുക്കളയിൽ ദിവസവും കളയുന്ന പച്ചക്കറി വേസ്റ്റും രണ്ട് ചേരുവകളും കൂടി ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ വളം നമുക്കുണ്ടാക്കാം. കൂടാതെ ഇത് ചെടികൾക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല വീര്യമേറിയ ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇത് ഒത്തിരി ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ വേസ്റ്റിനെ എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ ഒരു ടിന്നിലേക്ക് ഇതേപോലെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഴത്തൊലിയൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറി വേസ്റ്റ് വേഗത്തിൽ ഒന്ന് ചീഞ്ഞ് ഒന്ന് കമ്പോസ്റ്റ് ആകാനാണ് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ അടച്ചു വെക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ്, പച്ചയാണ്, അതുകൊണ്ടാണ് ഇതിൽ നീരൊക്കെ കുറവ്. നമ്മൾ ഈ നാരങ്ങ എങ്ങനെയാണ് നട്ടതെന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ വളപ്രയോഗം എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ നാരങ്ങയൊക്കെ പിടിപ്പിച്ചാൽ നമുക്ക് ഇതേപോലെയുള്ള വളത്തിനും നമ്മുടെ ആവശ്യത്തിനും ഒക്കെ നമുക്ക് വീട്ടിൽ ഇതേപോലെ നാരങ്ങ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് ചീഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒരു ചെറിയ കൊഴുപ്പ് രൂപത്തിലാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടത്തോട് പൊടിച്ചതാണ്. മുട്ടത്തോട് നേരിട്ടും കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ദിവസം വെക്കണം. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ലേ. ഇപ്പോൾ പച്ചക്കറി വേസ്റ്റിൽ NPK വളം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇങ്ങനെ NPK വളങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നാരങ്ങ നീരും മുട്ടത്തോടും മാത്രം ചേർത്താൽ ചില പ്രത്യേക പോഷകങ്ങൾ മാത്രമേ ചെടികൾക്ക് കിട്ടൂ. പ്രത്യേകിച്ച് കാൽസ്യം പോലുള്ളവ മാത്രമേ ചെടികൾക്ക് കിട്ടൂ. എന്നാൽ പച്ചക്കറി അവശിഷ്ടങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവിടെ സമ്പൂർണ്ണ വളമായിട്ട് മാറുന്നത്. NPK കൂടാതെ മഗ്നീഷ്യം, സിങ്ക്, ഇരുമ്പ്, മാംഗനീസ് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്ക് ആവശ്യമാണ്. പച്ചക്കറി അവശിഷ്ടങ്ങളിൽ ചീയുമ്പോൾ ഇവയെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവ മൂന്നും കൂടി ചേരുമ്പോൾ ചെടികൾക്ക് വേഗത്തിൽ വളരാൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഒറ്റ വളത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. നാരങ്ങ നീരിലെ സിട്രിക് ആസിഡ് പച്ചക്കറി അവശിഷ്ടങ്ങളെ വേഗത്തിൽ ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ മണ്ണിലെ ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ വലിച്ചെടുക്കാൻ ഈ അസിഡിറ്റി സഹായിക്കും. മുട്ടത്തോടിൽ കാൽസ്യം കാർബണേറ്റ് ധാരാളമുണ്ട്. ഇത് ചെടികളുടെ വേരുകളും തണ്ടുകളും ശക്തമാക്കാനും പൂക്കൾ കൊഴിയാതിരിക്കാനും സഹായിക്കും. നാരങ്ങ നീരിലെ ആസിഡും മുട്ടത്തോടിലെ കാൽസ്യവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാൽസ്യം വേഗത്തിൽ വെള്ളത്തിൽ ലയിക്കുന്നു. ഇത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും. കണ്ടോ, ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള റിസൾട്ട് കണ്ടോ. പൂവൊക്കെയും കായൊക്കെ നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട ചില പ്രത്യേക ചെടികളിലാണ് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ആ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് മുളകാണ്. മുളക് വർഗ്ഗത്തിൽപ്പെട്ട മറ്റു ചെടികളും ഉണ്ട്. മുളക് വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് തക്കാളി, വഴുതന, പോലുള്ള പൂച്ചെടികളും ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഈ വളങ്ങൾ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. എല്ലാ എൻ്റെ മുളക് ചെടികളിലും നിറയെ പൂവും നിറയെ കായും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ പൈസ ചിലവില്ലാത്ത ഒരു മാജിക് വളമാണിത്. ഇതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും